ഹലോ, എല്ലാവർക്കും കിളിക്കൂടിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതുവരെ 2 വീഡിയോ പോസ്റ്റ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വെള്ളച്ചാട്ടം കണ്ടില്ലേ, നിങ്ങൾക്കത് നമ്മൾ പുഴയ്ക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതാണ് കേട്ടോ. അതൊരു ചെറിയ ഇങ്ങനെ കനാൽ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ പാടത്തേക്ക് ഇങ്ങനെ വെള്ളം തുറന്ന് വിട്ടൊരിതാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ പുഴയുടെ വീഡിയോ ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പുഴയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഇങ്ങനെ ഇടവഴി പോലെയാണ്, ആ കാണുന്നതാണ് വീട്. അപ്പോൾ വീടും പുഴയും തമ്മിൽ ഇത്ര വ്യത്യാസമേ ഉള്ളൂ കേട്ടോ, കുറേ ദൂര വ്യത്യാസമല്ലേ, ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒരാൾക്ക് കറക്റ്റ് പക്ഷെ ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയുള്ളൂ എന്ന് കാണുമ്പോൾ തോന്നും, പക്ഷെ ഇതിൽ ലോറിയൊക്കെ പോകാറുണ്ട്. ഇവിടെ തൊടികളൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടേക്ക് അടയ്ക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതുപോലെ നാളികേരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ലോറിയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്തി. ഇന്ന് വീട് കർക്കിടക മാസമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ മൊത്തത്തിലൊന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതെന്നും ചെയ്യണ പണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി, ഉരുളിയൊക്കെ ഒന്ന് കഴുകി, തലേ ദിവസത്തെ പൂവൊക്കെ മാറ്റി ഇന്ന് വേറെ പൂവിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കളറ് കഴുകിയതിൻ്റെ കുഴപ്പമല്ല, ഉരുളിയുടെ കളർ അങ്ങനെയാണ്, കുറേ ആയി, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇത് വീട്ടിലുണ്ടാവുന്ന പൂവുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ, കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞുതരാൻ എനിക്കറിയില്ല, ഞാനിതിങ്ങനെ ചെയ്യാറുണ്ട്, അതെനിക്കിഷ്ടമാണ്. പിന്നെ ഇത് കുങ്കുമം, മഞ്ഞൾപ്പൊടി, ചന്ദനം, അതിങ്ങനെ 3 ഗ്ലാസ്സുകളായിട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തൊടാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നെടുത്ത് കഴുകി വൃത്തിയാക്കി, മൊത്തം ഇവിടുന്ന് ഒന്നെടുത്ത് മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഫ്രഷ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടുമെന്ന് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ എടുക്കുന്നത് കേട്ടോ. ഞാനിത് എടുത്തിട്ട് തുടയ്ക്കുകയല്ല ചെയ്യാറ്, ഞാൻ വെള്ളത്തിൽ കഴുകി തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇത് വാൾ സ്റ്റിക്കർ ഒട്ടിച്ചതാണ് കേട്ടോ. ഇത് വെള്ളം നനച്ചുകൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, 3 വർഷത്തോളമായി ഇത് ഒട്ടിച്ചിട്ട് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇനി നമ്മളിവിടുന്ന് മാറ്റിയ വിഗ്രഹങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് ഇവിടെ കൊണ്ടുവന്ന് പഴയ പോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതൊക്കെ കഴുകിയാലോ. ഇത് ഞാൻ ഈ ടി വിയുടെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടത്, അതിൻ്റെ സൗണ്ടൊക്കെ നല്ല ഇഷ്ടമുള്ളതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് കുളിപ്പിച്ച് നല്ല ഭംഗിയാക്കി ഇനി ഇത് തുടച്ച് പഴയ പോലെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ നനച്ച് കഴിഞ്ഞാൽ ഇത് കളറ് പോവുമോ, അതുപോലെ തന്നെ ഇതിങ്ങനെ പൊട്ടിപ്പോവുമോ, പൊടിഞ്ഞു പോവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കറിയില്ല, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഒക്കെ ഇതിങ്ങനെ കഴുകുകയാണ് ചെയ്യാറ്. കളറ് മങ്ങിയിട്ടൊന്നുമില്ല, പിന്നെ പൊടിഞ്ഞു പോയിട്ടുമില്ല. എല്ലാവരുടെയും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചെയ്യുന്നത് അതുപോലെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ അവിടെ തന്നെ പഴയ സ്ഥാനത്ത് വെച്ചു. വിഘ്നേശ്വരനെ ആദ്യം വെച്ചു, അത് കഴിഞ്ഞ് കണ്ണനെ വെച്ചു, അത് കഴിഞ്ഞ് കുബേരൻ, പട്ടർ, അങ്ങനെ പല പേരുകളിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചന്ദനത്തിരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പൂരത്തിന് പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയത്, പക്ഷെ ഇതുവരെ അതിൽ ചന്ദനത്തിരി വെച്ചിട്ടില്ല കേട്ടോ. എനിക്കത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകുമെന്ന് തോന്നിയിട്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻഡോർ പ്ലാന്റിൻ്റെ ചട്ടിയാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ഞാനിങ്ങനെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ഇനി വേറെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും വരും, എന്നാ വരികയെന്നറിയില്ല. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഇനി അതുപോലെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വൃത്തിയാക്കാണ്ട്, ഇത് ഞാനിതിൽ ചെടി വെച്ചിട്ട് അത് ഫുള്ള് അളിഞ്ഞു പോയി. അപ്പോൾ നമുക്കതിലിനി മണ്ണ് നിറച്ചിട്ട് വേറെ ചെടി വെക്കണം. അപ്പോൾ എല്ലാ ഭാഗവും തുടച്ച് വൃത്തിയാക്കി, എല്ലാ ഭാഗങ്ങളും തുടച്ച് വൃത്തിയാക്കി. ഇതിൽ പിന്നെ അധികം പൊടിയൊന്നും ഉണ്ടാവില്ല, കാരണം ഞാനിങ്ങനെ മാസം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാരണം അങ്ങനെ പൊടിയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെല്ലാം കഴുകുക തന്നെയാണ് കേട്ടോ ചെയ്യുക, തുടയ്ക്കുകയല്ല ഞാൻ ചെയ്യാറ്, വെള്ളത്തിലിട്ട് കഴുകുക തന്നെയാണ് ചെയ്യാറ്. എല്ലാം നല്ല ക്ലീനായിട്ടുണ്ട്, ഫ്രഷായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളും എല്ലാം എടുത്ത് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ
ഇതൊക്കെ കഴുകുന്ന വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മണി പ്ലാന്റ് കുറച്ച് ഞാൻ വെറുതെ ഒരു വേണ്ടാന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ടുള്ള ഒരു ചട്ടിയിൽ എടുത്ത് വെച്ചത്. അതെന്തിനാണ് എടുത്ത് വെച്ചതെന്ന് വെച്ചാൽ പുതിയ പുതിയ ഇൻഡോർ പ്ലാനൊക്കെ വാങ്ങുമ്പോൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വളർത്തിക്കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പം നമ്മളത് കല്ലൊക്കെ ഉപേക്ഷിച്ച് അതിൽ മണ്ണൊക്കെ നിറച്ച് ഇനി അതിലേക്ക് നമുക്ക് ഈ മണി പ്ലാന്റ് വെച്ച് കൊടുക്കാം. ഞാനൊരു 3-4 കഷ്ണം മണി പ്ലാന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരുമ്പോൾ അങ്ങനെ അടുപ്പിച്ച് വളർന്ന് കാണാൻ നല്ല ഭംഗിയല്ലേ, അങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന കാണാമെന്ന് വിചാരിച്ചിട്ട് 3-4 കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. പിന്നെ ഇന്ന് മൊത്തം ചെടികൾ സ്പ്രേ ചെയ്യേണ്ട ദിവസമാണ്. ഞാൻ 3 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ, മഴക്കാലം ആയതുകൊണ്ട് സ്പ്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാ ചെടികളും ഒന്ന് സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് വെയിലൊക്കെ ഉള്ള കാരണം, ഇന്ന് മഴയ്ക്ക് കുറച്ച് കുറവുള്ള കാരണം ഈ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ചെടികൾക്ക് ഇത്തിരി വെയിലും പ്രകാശമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ ചെടികളും ഞാൻ ഒന്നിച്ച് ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ച് സ്പ്രേ ചെയ്തിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അങ്ങോട്ട് എടുത്ത് വയ്ക്കുക. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. നല്ല കാറ്റുണ്ട്, മഴ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇടയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ഇതിലൊക്കെ നിറച്ച് പൊടിയുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ആ പുല്ല് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് കുടഞ്ഞ് വൃത്തിയാക്കി ഇവിടെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ചെടികളൊക്കെ അവിടേക്ക് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ നമ്മൾ തുടച്ചൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെടികൾ പഴയതുപോലെ അവിടെ വെച്ച് കൊടുക്കുകയാണ്. എല്ലാം വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് ഇലകളെയൊക്കെ നന്നായി ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴയ പോലെ എല്ലാം എടുത്ത് വെച്ചു. ഇങ്ങനെ കളർ ചേഞ്ച് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. വൈറ്റ്, ഗ്രീന്, റെഡ്, അങ്ങനെ എല്ലാം നന്നായിട്ട് വളരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാം കാണാനും നല്ല ഭംഗിയുണ്ട്, ഇലകളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പണി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചോറുണ്ണാമെന്ന് വിചാരിച്ചു. ഇന്ന് വലിയ വിഭവങ്ങളൊന്നുമില്ല. ഇന്നിങ്ങനെ വീട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പെട്ടെന്നൊരു കറി, ഒരു ഉപ്പേരി, പപ്പടം, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഫിഷിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് 2 എണ്ണമാണ് ഞങ്ങൾ വാങ്ങിയത്. പക്ഷെ ഒരെണ്ണം 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ചത്തു. ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരെയൊക്കെ സെറ്റാക്കി. നേരത്തെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് തിരിച്ച് അവിടേക്ക് വെച്ചത്. അപ്പോൾ അതൊക്കെ കഴുകുന്ന വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാം എടുത്ത് കഴുകിയിട്ട് തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യാറ്. സോപ്പ് പൊടിയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. വെറുതെ വെള്ളത്തിൽ കഴുകി അങ്ങനെ തുടച്ചിട്ട് വെക്കുകയാണ് ചെയ്യാറ്. എല്ലാ ചെടികളും അതിലെന്താ വെക്കുന്നത് എന്ന് വെച്ചാൽ അത് മൊത്തം ബുദ്ധയുടെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വൃത്തിയൊക്കെ ചെയ്ത്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. സെയിം വെള്ളത്തിൽ തന്നെയല്ല എല്ലാം ചെയ്യണം. 2-3 പൂക്കളൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം മാറ്റിയിട്ടാണ് പിന്നെ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഫ്രഷായി. ഇനി നമുക്കൊരു ചായ കുടിച്ചാലോ. അപ്പോൾ കട്ടൻ ചായ, വൈകിട്ട് കട്ടൻ ചായയാണ് കുടിക്കാറ്. അപ്പോൾ കട്ടൻ ചായ കുടിക്കാമെന്ന് വെച്ചാൽ ചായയൊക്കെ തിളച്ച് വന്നു. നമ്മൾ ചായ കപ്പിലേക്ക് മാറ്റി, അതിനുശേഷം അത് ഗ്ലാസ്സിലേക്ക് മാറ്റി. ഇനി ചായയുടെ കൂടെ പരിപ്പ് വട, മുളക് ബജ്ജി, മുട്ട ബജ്ജി. ഇന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിയതാട്ടോ. സാധാരണ റസ്ക്, ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാവാറ്. അത് കഴിഞ്ഞപ്പോൾ ഇനി ചെടി നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതും ഇപ്പം ഞാൻ പുറത്തുള്ള ചെടികളും 2 ദിവസം കൂടുമ്പോഴാണ് നനയ്ക്കാറുള്ളൂ. കാരണം മഴ ഉള്ള കാരണം, ഊത്താലടിക്കുന്ന കാരണം, നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചാറ്റലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചെടികളൊക്കെ നനയാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നനയ്ക്കേണ്ട ആവശ്യം വരാറില്ല. എന്നാലും 2 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ ചെടികളും നനച്ചു. ഞാൻ ചെമ്പകം പൊട്ടിച്ചില്ല കേട്ടോ. ചെമ്പകം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ. മണി പ്ലാന്റ് തന്നെയാണ്, പക്ഷെ അത് ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കും. ഇത് ഞങ്ങളുടെ മണിക്കുട്ടിയാണ് കേട്ടോ. അങ്ങനെ വൈകിട്ട് ഞങ്ങളിങ്ങനെ എപ്പോഴും കുറേ നേരം ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് സമയമായ കുറച്ച് നേരം ഇങ്ങനെ പുറത്തിരിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അകത്തേക്ക് വരികയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.